പത്താംതരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയുടെ ആശയവും പ്രവേശക പ്രവർത്തനവും ചോദ്യങ്ങളും ഉത്തരവും പരിചയപ്പെടുത്തുകയാണ്. ഉലകിൻ ഉയരാം ഉണർവുകൾ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഉലക് എന്നാൽ നാം ജീവിക്കുന്ന ലോകം, ഉയിര് ജീവൻ എന്ന അർത്ഥവുമാണ്. ഈ ലോകത്തെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ജീവൻ നൽകുന്നത് തെളിഞ്ഞതും ശാസ്ത്രീയവുമായ ചിന്തകൾ തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകത്തിലെ വരികളാണ് ഇവിടെ പ്രവേശക പ്രവർത്തനമായി കൊടുത്തിട്ടുള്ളത്. ശാസ്ത്രാവബോധവും ശാസ്ത്രം നൽകിയ കരുത്തും ലോകത്താകെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഞാൻ തൊഴുന്നു എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. കാലത്തെ തിരിച്ചറിയുന്നതോടൊപ്പം അതിൻ്റെ മാറ്റത്തെ, വളർച്ചയെ അദ്ദേഹം മനസ്സിലാക്കുക കൂടി ചെയ്യുന്നു. ഇവിടെ പ്രവേശക പ്രവർത്തനമായി കൊടുത്തിട്ടുള്ളത്: കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. വെളിച്ചം മിന്നൽ ചൂടച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിന് തൊഴുന്നു ഞാൻ. സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട്, സമകാലിക അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി കൊടുത്തിട്ടുള്ളത്. സമകാലിക ജീവിതത്തിൽ നാം നേടിയിട്ടുള്ളത് എന്തൊക്കെയോ അതെല്ലാം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, റെയിൽവേ, വ്യവസായം, ബഹിരാകാശ ഗവേഷണം ഉൾപ്പെടെ IT മേഖലയിൽ വന്ന മാറ്റങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൃത്യമായി സ്വാധീനിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വ്യക്തമാക്കിയ വയലാർ തൻ്റെ രചനയിൽ താൻ എന്താണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സർഗസംഗീതത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണീ നീലത്തുകിൽ ശരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറിപ്പറപ്പിച്ചുവോ ഞാനീ സർഗതപസമാധിയിലിരിക്കുമ്പോൾ കൊടും കാറ്റുകൾ. ഞാനീ ജാലകവാതിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ്. ജാലകവാതിൽ ചെറുമുളം തണ്ട് സംഗീതത്തിൻ്റെയാണ്. ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ. നീലത്തുകിൽ ഭാഷയാണ്. ശാരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ. ശാരദേന്ദു കല സമസ്ത സുന്ദരമായ ജീവിതമാണ്. അതിനെ മനോഹരമായി ആവിഷ്കരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇവിടെ വലിയ വിപ്ലവങ്ങൾ ഈ സമയത്തൊക്കെ ഉണ്ടായി എന്ന് കവി പറയുന്നു. ആരാണ് ഇവിടെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്? ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം സർഗസംഗീതത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വാളല്ലൻ സമരായുധം ഝണഝണധ്വാനം മുഴക്കിടുവാനാളല്ലൻ കരവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതി സ്വരമിവയ്ക്കല്ലാതെയൊന്നിനും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. വാളുകൾ കൊണ്ട് സമരം ചെയ്യുന്നതല്ല, വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പകരം സ്നേഹത്തിൻ്റെ താളം, ലയം, ശ്രുതി, സ്വരം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നു. സാഹിത്യത്തിൻ്റെ ശക്തി വെളിവാക്കുന്ന, മനുഷ്യശക്തിയിൽ അഭിമാനം കൊള്ളുന്ന കവിയെ അശ്വമേധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിലൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുമെൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ എന്നു പറയുന്ന കവി, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ എന്നുകൂടി ഈ കവിതയിൽ വ്യക്തമാക്കുന്നു. NV കൃഷ്ണവാര്യരുടെ വാക്കുകളിലൂടെ കടന്നുപോയാൽ കവിതയ്ക്ക് നഷ്ടപ്പെട്ടതെന്തോ അത് ഗാനത്തിന് നേട്ടമായി തീർന്നു. ഗാനങ്ങളെ അദ്ദേഹം കവിതകളാക്കി മാറ്റി. ശബ്ദ സൗകുമാര്യത്തോടൊപ്പം ആശയ സൗന്ദര്യവും അവയിൽ നിറച്ചു. വയലാറിനെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കവിയാക്കിയത് ഒരു പക്ഷേ കവിതകളെക്കാളേറെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളായിരുന്നു.
അതായിരിക്കാം മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായി അത് മാറിയത്. മുളങ്കാട് എന്ന കവിതാസമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ് പ്രയാണം. വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കവിതയാണ് പ്രയാണം. പ്രയാണം യാത്രയാണല്ലോ. പ്രഥമ ഗാനമായ പ്രയാണം മനുഷ്യൻ്റെയും സംസ്കാരത്തിൻ്റെയും യുഗങ്ങളിൽ കൂടി പരിവർത്തനങ്ങളിലൂടെയുള്ള ജൈത്രയാത്രയുടെ ഭേരി, അതായത് ശബ്ദം തന്നെയാണ്. പരിണാമത്തിൽ, അതായത് മാറ്റത്തിൽ, പുരോഗതിയെയും തങ്ങളിൽ ഭൂതഭാവികളിലെ ജീവിത സ്പന്ദങ്ങളെയും ദർശിച്ച് ധീരപുളകം കൊള്ളുന്ന ദർശനം കവിതയിൽ കാണാം. ഇനി നമുക്ക് കവിത വായിച്ച് മനസ്സിലാക്കാം. ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ, കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടിവച്ചകലുന്നു. തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലപ്പത തുപ്പിക്കുതികൊള്ളുന്നു ശാസ്ത്രം. ഇന്നലെ സങ്കൽപ്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നത്തെ കനിയായി. വാടിവീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ. പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. ചുറ്റിലും പരമാണുമണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമീ അന്തരീക്ഷത്തിൽ കൂടി. പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറി കേറിയെത്തിയ ഞങ്ങൾ പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ. ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും. കരളിന്നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ 100,000 ഉരുകിത്തീർന്നു നൈളെ. നാൽക്കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ. മരിച്ചിട്ടില്ല ഞങ്ങളിന്നോളം ഒരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ആദി തൊട്ടിന്നോളവും 1000 പരിണാമരീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ. ചങ്ങലത്തുടർ പോലെ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്കില ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ. ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം, ഞങ്ങൾ തൻ ഭാവപ്രാണസ്പന്ദന സമാഹാരം. ഇനി നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാം. ആണ്ടുകൾ അലിയുന്നു, അതായത് വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു. കാലം അതിൻ്റെ യാത്ര, പ്രയാണം തുടരുകയാണ്. ഇങ്ങനെ നീങ്ങുന്ന കാലത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രം അതിൻ്റെ സകല ശക്തിയും ഉപയോഗിക്കുന്നു. ചങ്കില പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം എന്നാണ് കവി പറയുന്നത്. മനുഷ്യർക്ക് മാത്രമുള്ള കഴിവാണ് സ്വപ്നം കാണുക എന്നുള്ളത്. അങ്ങനെ മനുഷ്യൻ സ്വപ്നം കണ്ടതിനെ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നു. ചിലതൊക്കെ വാടി വീണേക്കാം, എന്നാൽ പുതിയ പൂന്തോട്ടങ്ങൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഓരോ നിമിഷത്തിലും മാറ്റത്തിൻ്റെ ഞാണൊലികൾ മുഴങ്ങുന്നത് നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. നമുക്ക് ചുറ്റിലും 1000 പരമാണുക്കൾ നിറഞ്ഞു കവിയുന്നു. പരമാണു ഏറ്റവും ചെറുതായ അണുവാണ്, അവിഭാജ്യമായ അണു. പുരുഷാന്തരങ്ങൾ പിന്നിട്ട് പടവുകൾ കയറിയ ശാസ്ത്രം പേനയും പടവാളും സ്നേഹത്തിൻ്റെ ഗാനവുമായി നമുക്കൊപ്പം സഞ്ചരിക്കുന്നു. പുരുഷാന്തരങ്ങൾ എന്നത് 100 വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതകാലമായി കണക്കാക്കുന്നു. കഴിഞ്ഞുപോയ കാലം, തലമുറ, അതായത് നമ്മുടെ പൂർവികർ ശാസ്ത്രത്തെ തിരിച്ചറിഞ്ഞവരാണ്. വരാൻ പോകുന്ന കാലത്തെ അവർ മുന്നിൽ കണ്ടു. ഇവിടെ ശാസ്ത്രത്തിൻ്റെ പ്രസക്തിയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. നാളേക്ക് വേണ്ടിയുള്ള അന്വേഷണം. കരളിൽ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ എത്രയോ ഉരുകിത്തീർന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മെഴുകുതിരി പോലെ ഉരുകി കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങളാണ് ലോകത്തിന് വെളിച്ചം പകർന്നിട്ടുള്ളത്. അങ്ങനെ വെളിച്ചം പകരുന്ന ദീപസ്തംഭങ്ങൾ നമുക്ക് പിന്നിലായി കാണാം. മനുഷ്യശക്തിയിൽ അഭിമാനം കൊള്ളുന്ന കവിയെയാണ് തുടർന്ന് കാണാൻ കഴിയുന്നത്. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് എന്ന് കവി അശ്വമേധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയപ്പോൾ അദ്ദേഹം എഴുതിയ കവിതയിൽ
ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിപ്പാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും എന്ന് പറയുന്നിടത്ത് അജയ്യമായ മനുഷ്യശക്തി കവി തിരിച്ചറിയുന്നു. ആദി തൊട്ട് ഇന്നോളം ആയിരക്കണക്കിന് മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. ചങ്ങലത്തുടർ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചങ്ങലക്കണ്ണികൾ, അതുപോലെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള മാനവ ജീവിതത്തിൽ നിന്നാണ് സംസ്കാരങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. കാലത്തെ തിരിച്ചറിഞ്ഞ ശാസ്ത്രബോധമുള്ള മനുഷ്യർ രൂപപ്പെടുത്തിയ സംസ്കാരം, അതിൻ്റെ പ്രാണസ്പന്ദനം, ജീവൻ്റെ തുടിപ്പ് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം കാവ്യഭാഗത്തിന് ഉചിതമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന പാഠാവലിയിലെ എൻ്റെ ഭാഷയിൽ കവിതയ്ക്ക് എങ്ങനെയാണ് ഈണം നൽകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കവിത വേണമെങ്കിൽ ഞാൻ ചൊല്ലിയത് കൂടാതെ മറ്റൊരു ഈണത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ്. ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം, നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു, തൻകടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരുപക്ഷെ പദങ്ങളുടെ അർത്ഥം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കവിത ചൊല്ലാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ധാർമ്മികമായി വളർന്നു വന്ന മനുഷ്യൻ ശാസ്ത്രത്തെ ലോക നന്മയ്ക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അത്തരത്തിൽ ശാസ്ത്രം കൈവരിച്ച നേട്ടമാണ് വയലാർ വ്യക്തമാക്കുന്നത്. ലോകത്തിൻ്റെ നേട്ടത്തിനായി ശാസ്ത്രബോധമുള്ളവരും ശാസ്ത്ര അന്വേഷകരുമായിട്ടുള്ള വ്യക്തികൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് നേട്ടങ്ങളുടെ ദീപസ്തംഭങ്ങൾ എവിടെയും കാണാൻ കഴിയുന്നത്. ശാസ്ത്രത്തിന് മരണമില്ല. ഒരിക്കലും മരിക്കാത്ത സൃഷ്ടിശക്തിയാണ് ശാസ്ത്രം. അത് ചങ്ങല തുടർച്ച പോലെ മനുഷ്യ പുരോഗതിയിൽ നിലയ്ക്കാത്ത സ്പന്ദനമായി തുടരുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. ഇന്ന് കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിൻ്റെ പ്രാധാന്യമല്ലേ വരികളിലുള്ളത് ചർച്ച ചെയ്യുക. വിസ്മയങ്ങളുടെ കലവറയാണ് ശാസ്ത്രലോകം. 20-ാം നൂറ്റാണ്ടിനെ ശാസ്ത്രീയ യുഗമെന്ന് വിളിക്കാം. കാരണം സയൻസും അതിൻ്റെ അനുബന്ധമായ ടെക്നോളജിയും കൂടുതൽ വളർച്ച പ്രാപിച്ചത് ഈ നൂറ്റാണ്ടിലാണ്. കാലമാകട്ടെ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കാലം നമുക്കേൽപ്പിക്കുന്ന ദുരിതങ്ങളെയോ നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളാണ്. വിജ്ഞാനദാഹികളായ എത്രയോ മനുഷ്യരുടെ നിരന്തരമായ ഗവേഷണവും കണ്ടെത്തലുമാണ് ഇന്നത്തെ ലോകത്തെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളതെന്ന ബോധം കവി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നാം ഇന്ന് കാണുന്ന നേടിയ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശാസ്ത്രമാണെന്ന സത്യമാണ് വയലാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നാലാമത്തെ ചോദ്യം, പരിവർത്തനത്തിൻ്റെ ഞാണൊലി, പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം നേടിയ നേട്ടങ്ങൾ മനുഷ്യചിന്തയുടെ ഉയർന്ന ബോധത്തെയാണ് വെളിവാക്കുന്നത്. മാറ്റത്തിൻ്റെ മണിമുഴക്കം നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പരിവർത്തനത്തിൻ്റെ ഞാണൊലി പ്രയോഗം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ദിവസമോ അതിലധികം ദിവസമോ കൊണ്ടുണ്ടായതല്ല, മറിച്ച് പുരുഷാന്തരങ്ങൾ കൂടിയാണ്. ഒരു മനുഷ്യായുസ്സാണല്ലോ അത് നേടിയിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കവി കവിതയിൽ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് കാണാം. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കിൽ ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന വരികളിലൂടെ നിലനിൽക്കുന്ന ശാസ്ത്രത്തെയും അതിൻ്റെ പ്രയാണത്തെയുമാണ് വ്യക്തമാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കിൽ ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും ജീവിത രീതി, ചിന്താപ്രക്രിയ, പ്രവർത്തന പദ്ധതി, നമ്മുടെ സാഹോദര്യ ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. വരികളും നെഹ്റുവിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിന് നമ്മളൊരു പ്രബന്ധം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യജീവിത പുരോഗതിയിൽ ശാസ്ത്രം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ നിരവധി പരിഷ്കാരങ്ങൾ സാധ്യമായത് ശാസ്ത്രത്തിൻ്റെ ഹസ്താവലംബം കൊണ്ടാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശാസ്ത്രം അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒഴിവാക്കാൻ പറ്റാത്ത ശക്തിയായി അത് നിലകൊള്ളുന്നു. യുക്തിയും ബുദ്ധിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നു. ശാസിക്കുക, ത്രാണനം ചെയ്യുക എന്നീ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നതാണ് ശാസ്ത്രം.
ശാസ്ത്രം എന്നാൽ ആയുധം എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ്റെ കണ്ടെത്തലുകളും അവൻ്റെ നേട്ടങ്ങളും തിരിച്ചറിഞ്ഞ വയലാർ മനുഷ്യശക്തിയിൽ അഭിമാനം കൊള്ളുന്നു. ഒടുങ്ങാത്തതും ശക്തി പ്രാപിക്കുന്നതുമായ മനുഷ്യൻ്റെ ചിന്താശേഷിയാണ് കവി ഇവിടെ വെളിവാക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ശാസ്ത്രം എത്രമാത്രം ഗുണകരമായിരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ജവഹർലാൽ നെഹ്റു. ജീവിതം സുഖകരമാക്കാനും അയത്നലളിതമാക്കാനും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യബുദ്ധിയുടെ അനന്ത സാധ്യതകളാണ് സയൻസിൻ്റെ വിജയത്തിന് പിന്നിൽ വർത്തിക്കുന്നത്. ആരോഗ്യരംഗത്ത്, തൊഴിൽ രംഗത്ത്, വിനോദ വിജ്ഞാന രംഗങ്ങളിൽ, കലാരംഗങ്ങളിൽ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സയൻസിൻ്റെ വെളിച്ചം കടന്നു വന്നിരിക്കുന്നു. ഗുണദോഷങ്ങളുടെ സമ്മേളനമാണ് എവിടെയും ഉള്ളത്. നന്മകളെ കണ്ടെത്തി വളർത്താനും തിന്മകളെ തിരിച്ചറിഞ്ഞ് തിരുത്താനും കഴിയുമ്പോഴാണ് മനുഷ്യവർഗത്തിനും ലോകത്തിനും ഉപകാരപ്രദമായി തീരുന്നത്. ശാസ്ത്ര പുരോഗതിയുടെ കാര്യത്തിലും ഈ തത്വം ബാധകമാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും ലോകത്തിൻ്റെ നന്മയ്ക്കായിരിക്കണം. മനുഷ്യമഹത്വം ആദരിക്കാനും ലോകത്തിൻ്റെ സുസ്ഥിരത കൈവരിക്കാനും കഴിയുന്ന വിധത്തിൽ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കാലവുമായി ബന്ധപ്പെട്ട നവസാങ്കേതിക വിദ്യ, ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം തുടങ്ങി കോവിഡ് കാലത്തെ കണ്ടുപിടുത്തങ്ങൾ വരെ AI, റോബോട്ടിക് ഇവയൊക്കെ നിങ്ങൾക്ക് ആശയമായി കൂട്ടിച്ചേർത്ത് ഇത് മെച്ചപ്പെടുത്തി എഴുതാവുന്നതാണ്. മറ്റൊരു ചോദ്യം: നന്ദി ചൊല്ലുന്നു ശാസ്ത്ര സുഹൃത്തെ, ഭവാൻ തുന്നിത്തന്ന തീച്ചിറകുകൾ അനന്തവിശാലങ്ങൾ, ബ്രഹ്മാണ്ഡ പൂമേട തന്ന ആദ്യത്തെ നിലയിലെ നന്മുറി തുറക്കാത്ത മുറി ഞാൻ തുറക്കട്ടെ. ഇപ്രകാരം ശാസ്ത്രത്തെയും ശാസ്ത്രാവബോധത്തെയും പരാമർശിക്കുന്ന കാവ്യഭാഗങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കുക. ഇത് ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനമാണ്. മറ്റ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അത്തരത്തിൽ ഈ ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കുക.